ദിവസങ്ങളായി മുസ്ലിമിന്റെ ഈ ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന കാലം. പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹ് ഉറക്കെ പറയണേ മുഹമ്മദ് മുസ്തഫ. ഈ വിഷയം നടക്കുമ്പോ ആരാണ് ഇതിന് കാരണക്കാർ? ഇതിന്റെ പ്രശ്നം എന്താണ്? പഠിക്കണം നമ്മൾ, നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. നമ്മൾ തന്നെ ഈ വിഷയം, ദീനിന്റെ ഈ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? പള്ളുരുത്തിയിലെ സെന്റ് റീത്ത സ്കൂളിലെ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് കടന്നു പോയപ്പോ 4 മാസം കഴിഞ്ഞ് 5-ാമത്തെ മാസം ആ പെൺകുട്ടി തലയിൽ തട്ടമിട്ട് കടന്നു ചെന്നപ്പോ അത് പാടില്ല എന്ന് പറയുകയും അതിനെതിരെ പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോ ഈ 4 മാസം ആ കുട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല, ഈ 4 മാസം ഒരു പക്ഷേ ആ പെൺകുട്ടി തലയിൽ തട്ടമിട്ടിട്ടില്ലാതിരിക്കാം. മനസ്സ് തുറന്ന് ആലോചിക്കേണ്ടതുണ്ട്. 150-ലേറെ മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത്. അതിൽ പല കുട്ടികളും മുസ്ലിം പെൺകുട്ടികളാണ്. ആ കുട്ടികൾ തലയിൽ തട്ടമിടാത്തത് കൊണ്ടാണല്ലോ ഈ കുട്ടി മാത്രം തലയിൽ തട്ടമിട്ടത് കൊണ്ട് പ്രശ്നമായത്. മനസ്സ് തുറന്നിരിക്കണം. ആരാണ് ഇതിന് കാരണക്കാർ? ആ സ്കൂൾ മാനേജ്മെന്റിലേക്കും മറ്റുള്ളവരുടെ ഇടയിലേക്കും വിരൽ ചൂണ്ടുന്നതിന്റെ മുമ്പ് 3 വിരൽ ഈ മതത്തിലേക്ക് തന്നെ, നമ്മളിലേക്ക് തന്നെ ചൂണ്ടിയിട്ട് വേണം വർത്തമാനം പറയാൻ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. ഈ ഹിജാബ് പരിശുദ്ധ മുസ്ലിമിന്റെ വസ്ത്രധാരണയുടെ വിഷയമല്ലേ എന്ന് പഠിപ്പിക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാവാത്ത കാലത്തോളം ഈ ചോദ്യവും ചോദ്യചിഹ്നവും കടന്നു വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ വർത്തമാനങ്ങൾ കേൾക്കാൻ നമുക്ക് കഴിയണം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവിന്റെ റസൂലും ഒരു നിയമം പറഞ്ഞാൽ, മതത്തിന്റെ ഒരു നിയമം പറഞ്ഞാൽ ആ മറ്റുള്ള വിശ്വാസികൾക്ക് അതിൽ മറ്റൊരു വർത്തമാനമേ പറയാനില്ല. അൽമർഅതു ഔറ, പെണ്ണ് ഔറത്താണ്, അവർ തലയിൽ തട്ടമിടണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. ആ ഇസ്ലാമിന്റെ നിയമം ഉൾക്കൊള്ളേണ്ടത് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞ നിയമമാണ്. പിന്നെ അവിടെ ഒരു ചോയ്സ് മറ്റുള്ളവർക്കില്ല. അത് തീരുമാനം പാസാക്കിയത് ഹബീബും അല്ലാഹുവുമാണ്. അവിടെ പിന്നെ വേറൊരു തീരുമാനമേ പറയാൻ കഴിയുകയില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരു മുഅ്മിനായ ആണിനും പെണ്ണിനും പറ്റുകയില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞു, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ വിഷയത്തിൽ പിന്നൊരു ഖിയറത്ത്, ഇഷ്ടാനുസരണം അവർക്ക് ഇല്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കാതെ വന്നാൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, അവർ വ്യക്തമായ വഴികേടിലാണ്. അവരെ നന്നാക്കി എടുക്കാൻ കഴിയുകയില്ല. മനസ്സ് തുറന്ന് കേൾക്കണേ. നമ്മുടെ മുന്നിലേക്കും നമ്മുടെ പെൺകുട്ടികളും സ്കൂളിലേക്ക് നമ്മുടെ ഉമ്മറ പടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ വസ്ത്രധാരണ, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വരുന്നുണ്ട്. ആ അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ മറുപടി കൊടുക്കാതെ രക്ഷപ്പെടുകയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ വസ്ത്രധാരണയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ 26-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. യാ ബനീ ആദം قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير. يا بني آدم, ഓ മനുഷ്യരെ, قد أنزلنا عليكم لباسا, നാമാണ് നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നത്. അല്ലാഹു പറയുകയാണ്, നാമാണ് നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നത്. എന്തിനാ വസ്ത്രം ഇറക്കി തന്നത്? യുവാരി സൗആതികും, നിങ്ങളുടെ ഔറത്ത് മറക്കാനാണ്, നിങ്ങളുടെ നഗ്നതകളെ മറക്കാനാണ്. വരീഷ, രണ്ടാമത്തത് അല്ലാഹു പറയുന്നത് അലങ്കാരമായിട്ടാണ്. അലങ്കാരമായിട്ടും ഔറത്ത് മറക്കാനുമാണ് അല്ലാഹു വസ്ത്രം ഇറക്കി തന്നത്. എന്താണ് സഹോദരി നമ്മുടെ വസ്ത്രധാരണയുടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? മാ
മാബൈന സുറത്തി വറുകുബ, മുസ്ലിമിന്റെ പുരുഷന്റെ വസ്ത്രധാരണയാണ്, അവരുടെ ഔറത്താണ്. അല്ലാഹു ജല്ല ജലാലു പറഞ്ഞത് ആൺകുട്ടികൾ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ വസ്ത്രം ധരിക്കണം. ഇന്ന് പ്രായപൂർത്തിയായ ആൺകുട്ടികൾ പോലും ഹോസ്റ്റലിൽ മറ്റുള്ളവരുടെ മുന്നിൽ താമസിക്കുന്നത് എങ്ങനെയാണ്? ബുള്ളറ്റിന്റെ മുകളിലോ എൻഫീൽഡിന്റെ മുകളിലോ മറ്റുള്ള സ്ഥലത്തോ കടന്നു പോകുന്നത് ട്രൗസർ ധരിച്ചിട്ടാണ്. പെൺകുട്ടിക്ക് മാത്രമൊന്നുമല്ല ഇസ്ലാമിന്റെ ഔറത്തിന്റെ വർത്തമാനം പറഞ്ഞത്. മാബൈന സുറത്തി വറുകുബ, മുട്ടുപൊക്കിളിന്റെ ഇടയിൽ അവർ വസ്ത്രധാരണ കീപ്പ് ചെയ്തേ മതിയാകൂ. അവിടെ വേറൊരു തീരുമാനമെടുക്കാൻ ഒരാൾക്കും അവകാശമില്ല. സ്ത്രീയുടെ ഔറത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അൽ മർഅതു ഔറ, സ്ത്രീ മുഴുവനും ഔറത്താണ്. അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിലും അതിനപ്പുറത്തേക്ക് വേറെ ഒരു അഭിപ്രായമില്ലാത്ത വിധം മുൻകൈയും മുഖവും ഒഴിച്ചിട്ടുള്ള ഭാഗം മുഴുവൻ കവർ ചെയ്തേ മതിയാകൂ എന്നുള്ളത്, ഒരു മുടി പോലും കാണിക്കാൻ പറ്റില്ല എന്നുള്ളത്, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് പാലിക്കാതിരിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അല്ലാഹുവിന്റെ വർത്തമാനം ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ, വസ്ത്രം ഇറക്കി തന്നത് അല്ലാഹുവാണ്. എന്തിനാ ഇറക്കി തന്നത്? ഇറക്കി തന്ന അല്ലാഹുവിന് 2 ലക്ഷ്യമുണ്ട്. ഒന്ന്, യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നത മറക്കാനാണ്, ഔറത്ത് മറക്കാനാണ്. ഔറത്ത് മറച്ചിട്ടില്ല എങ്കിൽ ഒരു വിട്ടുവീഴ്ചയും അല്ലാഹു തരികയേ ഇല്ല. പരിശുദ്ധ ഖുർആനിന്റെ വർത്തമാനമാണ്. തൊട്ടടുത്ത ആയത്ത് അല്ലാഹു പറയുന്നുണ്ട്, യാ ബനി ആദം, മനുഷ്യരെ, لا يفتننكم الشيطان كما أخرج أبويكم من الجنة. لا يفتننكم الشيطان, ശൈത്താൻ നിങ്ങളെ പഴപ്പിക്കാതിരിക്കട്ടെ. ശൈത്താൻ നിങ്ങളെ പഴപ്പിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്തിറക്കാൻ അവൻ കാണിച്ച പ്രവൃത്തി നിങ്ങളിൽ ഇല്ലാതിരിക്കട്ടെ, അവൻ ചെയ്യാതിരിക്കട്ടെ. സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ പുറത്തിറങ്ങാനുള്ള കാരണം എന്താണ്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. അവർ കഴിക്കരുതേ എന്ന് പറഞ്ഞ് ആ പഴം കഴിക്കുകയും കഴിച്ച ഉടനടി സംഭവിക്കുന്നത് എന്താണ്? അവരുടെ ഔറത്ത് വെളിവായതാണ്. മനസ്സിലായോ? അറിയില്ല. നിങ്ങൾ ആ മരത്തിന്റെ മുകളിലേക്ക് പോകരുത്. ആ മരത്തിന്റെ മുകളിൽ കയറിയാൽ അവിടെ നിന്ന് ആ പഴം കഴിക്കരുത്. അറിയാതെ കഴിച്ചുപോയി. പോയ സമയം ഉടനെ സംഭവിച്ചത് എന്താണ്? അവരുടെ ഔറത്ത് വെളിവായതാണ്. ലിയുരിയഹുമാ സൗആതിഹിമാ, അവരുടെ ഔറത്ത് വെളിവായിട്ടുണ്ട്. അതുപോലെയുള്ള പണി നിങ്ങളിൽ ശൈത്താൻ എടുപ്പിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ വർത്തമാനമാണ്. എന്ന് പറഞ്ഞാൽ ഔറത്ത് വെളിവാക്കി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരുടെ മുന്നിലാണോ നിങ്ങൾക്ക് ഔറത്ത് വെളിവാക്കാൻ പറ്റുന്നത്, അതിനപ്പുറത്തേക്ക് ഔറത്ത് മറക്കാതെ ഇറങ്ങിയാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാമെന്ന് വിചാരിക്കുകയേ വേണ്ട. സമയം പോലെ ചില ഹദീസുകളിലേക്ക് നമുക്ക് കടന്നു വരണം. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. എന്തിനാ മുഅ്മിനെ അല്ലാഹു ഹിജാബിന്റെ വിഷയം ഇങ്ങനെ പറയാൻ കാരണം? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹൻ നബിയു. എന്തിനാണ് ഹിജാബ്? അത് സംരക്ഷണത്തിനാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹൻ നബി, ഓ നബിയേ, ഖുൽ ലി അസ്വാജിക് വബനാതിക് വനിസാഇൽ മുഅ്മിനീൻ. ഖുൽ നബിയേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ലിഅസ്വാജിക, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, വബനാതിക്, നിങ്ങളുടെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ഭാര്യമാരോടും നിങ്ങളുടെ പെൺകുട്ടികളോടും അവിടെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ നിർത്തിയിട്ടില്ല, അല്ലാഹു നിർത്തിയിട്ടില്ല. വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ മുഴുവൻ പെണ്ണുങ്ങൾമാരോട് സ്ത്രീകളോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ നബിയേ. ദീനിന്റെ നിയമമാണ്.
ചാനൽ ചർച്ചയിൽ ഏതെങ്കിലും മുസ്ലിമായ നാമധാരികൾ കടന്നു വന്നുകൊണ്ട് അങ്ങനത്തെ ഒരു നിയമമേ ഇല്ല എന്ന് അന്തി ചർച്ചകളുടെ മുന്നിൽ കടന്നു വരുമ്പോ, അതല്ല മുഅ്മിനെ ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഇസ്ലാമിന്റെ ശരീഅത്ത് എന്താണ്? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാത്ത വിധം ആലേഖനം ചെയ്തു പോയിട്ടുണ്ട്. യാ അയ്യുഹൻ നബി, ഓ നബിയായവരെ, ഖുല്ലി അസ്വാജിക്, നിങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുത്തേക്കണേ നബിയേ, വബനാതിക്, നിങ്ങളുടെ മക്കളോടും പറഞ്ഞു കൊടുത്തേക്കണേ നബിയേ, വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ മുഴുവൻ പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുത്തേക്കണേ നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ ജിൽബാബുകളെ അവരുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ നബിയേ. അത് പറഞ്ഞു കൊടുക്കണം. അതാ നബിയെ അവർക്ക് സുരക്ഷിതത്വമായത്. അവരെ ആർക്കും അറിയാതിരിക്കാൻ ഏറ്റവും സേഫ് സോണായി നടക്കാൻ അതാണ് നല്ലത്. വിശദീകരിച്ചു കൊണ്ടുപോകുന്നില്ല. ഈ ദീനിന്റെ നിയമം അള്ളാഹു പറഞ്ഞു തരേണ്ടതാണ്, അവിടുത്തെ ഹബീബ് പറഞ്ഞു തരേണ്ടതാണ്. ആ അള്ളാഹു അവിടുത്തെ ഹബീബിനോട് പറഞ്ഞു കൊടുത്ത വർത്തമാനമാണ് യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ കേട്ട വർത്തമാനമാണ് പറഞ്ഞത്. ഒരു സഹോദരി കടന്നു വന്നുകൊണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ പേജിലൂടെ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അങ്ങനത്തെ ഒരു നിയമം ഇസ്ലാമിന് ഇല്ലേ ഇല്ല. ആരേ ഇത് പറയാൻ ഏൽപ്പിച്ചത്? എന്ത് റീച്ച് കിട്ടാനാണ് ഈ മതത്തിനെതിരെ നിങ്ങൾ കൊഞ്ഞനം കുത്താൻ കടന്നു വരുന്നത്? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മു. ഈ മതത്തിൽ നിന്ന് മതത്തിന്റെ ആളുകൾ പേര് മാത്രം ഉണ്ടാകുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് അഷ്റഫുൽ വറാ റസൂലുള്ളാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ അറിയില്ല. ഒരു നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ എന്നുള്ളതുകൊണ്ട് പറയാണ്. വേറെ പറയണമെങ്കിൽ അങ്ങനെ പോകാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് വൈകുന്നേരം ഞാൻ വെറുതെ മീൻ വാങ്ങാൻ വേണ്ടി പെരുന്നക്ക് വന്ന സമയത്ത് എന്നോട് ഒരാൾ വന്നപ്പോൾ പറഞ്ഞത് ഹിജാബിന്റെ വിഷയം പറയണേ. അതിന്റെ ശേഷം ഇരുന്നപ്പോൾ എഴുതിണ്ടാക്കിയതാണ്. അതിന്റെ ശേഷം ഞാൻ വേറെ വിഷയം പറയാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ ഒന്ന് പറയാലോ വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ മുത്തുമോ തങ്ങളോട് ചോദിച്ചു, ഹിജാബിന്റെ വിഷയം ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ജലീൽ ഉസ്താദ് അഹ്ലുൽ ബൈത്താ പറഞ്ഞത്, ഇന്നലെ മാതാപിതാക്കളും ബന്ധങ്ങളാണ് പറഞ്ഞത്. അപ്പം ഇത് ഏതായാലും പറയാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. മനസ്സിലാവുണ്ടോ? ഉണ്ടോ? അള്ളാഹു സ്വീകരിക്കട്ടെ. മാന്യമായ വേഷം ധരിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ പറയുന്നത്, എനിക്കൊരു നിലപാടുണ്ട് എന്ന് തന്നെയാണ്. എനിക്കൊരു നിലപാടുണ്ട് എന്ന് തന്നെയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് മാധവിക്കുട്ടി എന്ന് പറയുന്ന, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം കമല സുറയ്യ എന്ന് പറയുന്ന, സുറയ്യ എന്ന് പറയുന്ന ആ മാധവിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല അവാർഡുകളും സ്വീകരിക്കാൻ പോകാറുള്ളത് ഈ പർദ്ദ ധരിച്ചിട്ടാണ്. ഈ പർദ്ദ എനിക്ക് സെക്യൂരിറ്റി ആണ്, എനിക്ക് സുരക്ഷിതത്വം നൽകുന്ന വസ്ത്രമാണ്. നിങ്ങൾക്ക് തോന്നിയതും ചെയ്യാനും ആസ്വദിക്കാനും ലഭിക്കുന്നവളല്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് ഒരു ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടി, മുസ്ലിം സ്ത്രീ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. അവരുടെ നിലപാടാണ്, ഇസ്ലാമിന്റെ വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നത് വഇദാ സഅൽതുമൂഹുന്ന, വിശുദ്ധിയുടെ അടയാളമാണ്, വിശുദ്ധിയുടെ വർത്തമാനമാണ് ഹിജാബിന് പറയാനുള്ളത്. വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്, വഇദാ സഅൽതുമൂഹുന്ന മതാ, നിങ്ങൾ സ്ത്രീകളോട് അന്യ സ്ത്രീകളോട് ഒരു സാധനം ചോദിക്കുകയാണ് എങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, മറക്കപ്പുറത്ത് നിന്ന് ചോദിക്കണേ. വാതിലിന്റെ അഭിമുഖമായി പോലും ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നിൽക്കരുതേ എന്നാണ്. ആ വീട്ടിന്റെ ഉമ്മറപ്പടിയിലേക്ക് ചെന്ന് കോളിംഗ് ബെല്ലടിച്ചുകൊണ്ട് ആ വാതിലിന്റെ മുന്നിലേക്ക് ഇങ്ങനെ അഭിമുഖമായി നിൽക്കരുത്. ഒന്നപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നിൽക്കണം എന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ചോദിക്കാൻ വന്നാൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്,
അല്ലെങ്കിൽ സ്ത്രീകൾ മറ്റു കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുകയാണ് എങ്കിലും ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, അവർ മറക്കപ്പുറത്ത് നിന്ന് ചോദിച്ചു കൊള്ളട്ടെ എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ, അത് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല, ഒരാൾക്കും അതിന് അവകാശമേ ഇല്ല. ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാകുന്നത് പോലും പ്രശ്നമാണ് എന്ന് പഠിപ്പിച്ചു തന്നതാണ് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ ഇങ്ങനെ മറച്ചു നടക്കാൻ പറയുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, യഗ്ളൂ മിൻ അബ്സാരിഹിം. ബക്കറ്റ് വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം എന്ന് ഓർപ്പെടുത്തുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ല സഹായം സഹായിച്ച് നല്ല രൂപത്തിൽ പരിപാടി വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ കൂടെ നിൽക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തിനാണ് സ്ത്രീകൾ മാത്രം ഇങ്ങനെ ധരിച്ചു പോകുന്നത് എന്നാണ് പലരുടെയും യുക്തിക്കനുസൃതമുള്ള ചോദ്യം. അതാണ്, കാമക്കണ്ണുകളോടെ പുരുഷന്മാർ നോക്കുമെന്ന കാരണത്താൽ എന്തിനാണ് പെണ്ണിനോട് ശരീരം മറയ്ക്കാൻ പറയുന്നത്? പുരുഷന്മാർ കണ്ണ് മൂടിക്കെട്ടിയാൽ മാത്രം പോരെ, അല്ലെങ്കിൽ കണ്ണ് പൂട്ടിയാൽ മാത്രം പോരെ എന്നുള്ളത് ചോദ്യമാണ്. തന്റെ യുക്തിക്കനുസരിച്ച് കൊണ്ട് ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പരിശുദ്ധ ഖുർആൻ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, പുരുഷരോട് കണ്ണ് താഴ്ത്തട്ടെ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതേ വർത്തമാനം സ്ത്രീയോടും പറഞ്ഞിട്ടുണ്ട്. വഖുല്ലിൽ മുഅ്മിനീന മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, സ്ത്രീകളും അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ എന്ന്. വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, അവർക്ക് വെളിവാക്കാൻ പറ്റുന്നത് ആരുടെ മുമ്പിലാണോ അവരുടെ മുമ്പിലല്ലാതെ അവരുടെ ഔറത്തുകൾ വെളിവാക്കരുതേ എന്ന് അല്ലാഹുവിന്റെ വർത്തമാനമാണ്. അത് പരിശുദ്ധ ഖുർആൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഈമാൻ തുറന്നു തരുമാറാകട്ടെ. അതുകൊണ്ട് ഔറത്ത് മറക്കാതെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർത്തമാനവും ഇല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്തു അദ്ഖുല ബൈതി അല്ലദീ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇന്നി വാളിഉൻ സൗബി വഅഖൂലു ഇന്നമാ ഹുവ സൗജി വഅബി. ആയിഷ ബീവി പറയുകയാണ്, ആയിഷ ബീവിയുടെ വീട്ടിലാണല്ലോ റസൂലുള്ളാഹിയും സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും മറവിട്ട് കിടക്കുന്നത്. റൗള കാണണം, പച്ചക്കുബ്ബയുടെ താഴെ ഓർമ്മ വരണം. അവിടെ 3 പേർ മറവിട്ട് കിടക്കുന്നുണ്ടല്ലോ. ഒന്ന് ഹബീബ് റസൂലുള്ളാഹിയാണ്, മറ്റൊന്ന് സിദ്ദീഖ് തങ്ങളാണ്, മറ്റൊന്ന് ഉമർ തങ്ങളാണ്. മഹാനാകുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി അവിടെ മറവിട്ട് കിടന്നപ്പോഴും സിദ്ദീഖ് തങ്ങളും വഫാത്തായി അവിടെ കിടന്നപ്പോഴും ഞാൻ എൻ്റെ തലയിലുള്ള തട്ടത്തിന് വലിയ വില കൽപ്പിച്ചിട്ടില്ല. അവിടേക്ക് പോകുമ്പോൾ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. മൂന്നാമത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ മറവിട്ട് കിടന്നപ്പോ വഅന മശ്ദൂദത്തുൻ അലയ്യ സിയാബി, എൻ്റെ വസ്ത്രം ഞാൻ ഔറത്ത് പൂർണ്ണമായി മറച്ചിട്ടേ പോകാറുള്ളൂ. ഉമർ തങ്ങൾ അവിടെ കിടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോകാറുള്ളത് ഔറത്ത് മുഴുവൻ മറച്ചിട്ടാണ്. മനസ്സ് തുറന്ന് കേട്ടോളൂ. ആദ്യം ഞാൻ അത്ര ശ്രദ്ധിക്കാതിരുന്നത്, ആദ്യം അവിടെ കിടക്കുന്നത് എന്റെ ഭർത്താവാകുന്ന ഹബീബാണ്. മനസ്സിലാകുന്നുണ്ടോ അറിയില്ല. ആദ്യം അവിടെ കിടന്നിരുന്നത് ഹബീബ് തന്റെ ഭർത്താവല്ലേ. പിന്നെ രണ്ടാമത്തെ അവിടെ കിടന്നത് ആരാ? സിദ്ദീഖ് തങ്ങളാണ്. സിദ്ദീഖ് തങ്ങൾ ആയിഷ ഉമ്മയുടെ ആരാണ്? പിതാവാണല്ലോ. അപ്പൊ അത് പ്രശ്നമില്ലല്ലോ. മൂന്നാമത് ഉമർ തങ്ങൾ വന്നു. ഉമർ തങ്ങൾ തന്റെ കാണാൻ പറ്റുന്ന ആളല്ലല്ലോ. മഹദിയാകുന്ന ആയിഷ ഉമ്മ പറയുകയാണ്, കുന്തു അദ്ഖുലു ബൈതി അല്ലദീ ഫീഹി റസൂലുള്ളാഹ് ഉണ്ടാകുമ്പോഴും എൻ്റെ ഉപ്പയുണ്ടാകുമ്പോഴും ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഫവല്ലാഹി മാ ദഖൽതു ഇല്ലാ വഅന മശ്ദൂദത്തുൻ അലയ്യ സിയാബി ഹയാഅം മിൻ ഉമറ.
ഉമറിൽ നിന്നൊരൽപ്പം നാണം വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ഔറത്ത് പൂർണ്ണമായി ധരിച്ചിട്ടേ അവിടേക്ക് പോകാറുള്ളൂ എന്ന് ആയിഷ ഉമ്മ പറയുന്നുണ്ട്. ഔറത്തിന്റെ വിഷയം അത്ര ലളിതമല്ല. ഹബീബിന്റെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട് അന്ധനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം കണ്ണ് കാണാത്ത സ്വഹാബിയാണ്. ഹബീബിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഹബീബിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹബീബിനോട് തന്റെ ഭാര്യമാരാകുന്ന ആയിഷ ഉമ്മയും ഹഫ്സ ഉമ്മയും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ഹബീബിന്റെ വീട്ടിലാണ്. ഹബീബിന്റെ ഭാര്യമാരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിഷ ബീവിയുണ്ട്, ഓർമ്മ ശരിയാണെങ്കിൽ ഹഫ്സ ബീവിയുണ്ട്. രണ്ട് ഭാര്യമാരും ഹബീബും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണ് കാണാത്ത മഹാനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം കടന്നു വരുന്നത്. ആ സമയത്താണ് ഹബീബ് തന്റെ ഭാര്യമാരോട് പറയുന്നു, അതാ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം കടന്നു വരുന്നുണ്ട്. ഇഹ്തജിബാ, നിങ്ങൾ രണ്ടുപേരും മറക്കപ്പുറത്തേക്ക് പോകണം, റൂമിന്റെ ഉള്ളിലേക്ക് പോകണം. നിങ്ങൾ ഇവിടെ ഉണ്ടോന്നറിയില്ല. കടന്നു വരുന്ന ആളിന് കണ്ണിന് കാഴ്ചയില്ല. കടന്നു വരുന്ന ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം എന്ന ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ഹബീബ് തന്നോട് വർത്തമാനം പറഞ്ഞിരുന്ന തന്റെ ഭാര്യമാരോട് പറയുകയാണ്, ഇഹ്തജിബാ, രണ്ടുപേരും മറക്കപ്പുറത്തേക്ക് പോകണം. ആ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള യുക്തിവാദികൾ പറയുന്നത് പോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ തരം താഴ്ത്തുകയല്ല, അവരെ മനസ്സിലേക്കും ചെറിയൊരു തോന്നൽ തോന്നിപ്പോയി നബിയേ. ആ ആൾ അന്ധനായ ആളല്ലേ നബിയേ, അവർ ഞങ്ങളെ കാണില്ലല്ലോ, തിരിഞ്ഞില്ല. ആ വരുന്ന ആൾ അന്ധനായ ആളല്ലേ, അവർ ഞങ്ങളെ കാണൂലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങള് പോണത്? അപ്പൊ ഹബീബ് കൊടുക്കുന്ന മറുപടിയുണ്ട്, വരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂമിന് കാഴ്ചയില്ല, ശരി തന്നെയാണ്. ഒരർത്ഥത്തിൽ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ രണ്ടുപേരും അന്ധകളാണോ? നിങ്ങൾ രണ്ടുപേരും കണ്ണിന് കാഴ്ചയുള്ളവരാ ഇല്ലാത്തവരാണോ? അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾക്ക് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂമിനെ കാണാൻ പറ്റുമല്ലോ, ഉള്ളിലോട്ട് പോകണം. കാണാൻ പറ്റില്ല എന്നുള്ളത് ഈ മതത്തിന്റെ നിയമമാണ് എന്ന് പരിശുദ്ധ ഹബീബ് പറഞ്ഞു പോയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജാബിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചിട്ടില്ല എങ്കിൽ അങ്ങ് രക്ഷപ്പെടാമെന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.